അത് നമ്മുടെ നാടിൻ്റെ പൊതു ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ കേന്ദ്ര നിയമത്തിന് ഭേദഗതി വരുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിപ്പോൾ വന അതിർത്തിക്ക് പുറത്ത് മനുഷ്യരെ ആക്രമിക്കുകയോ കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയോ പ്രോപ്പർട്ടി നശിപ്പിക്കുകയോ ചെയ്യുകയോ അല്ലെങ്കിൽ ആളുകൾ താമസിക്കുന്നിടങ്ങളിൽ തുടർച്ചയായി കാണുകയോ ചെയ്യുന്ന ഘട്ടത്തിൽ അത്തരം മൃഗങ്ങളെ കൊല്ലുന്നതിന് ഒരു അധികാരം നൽകുന്നതാണ്. അത്രയും പെട്ടെന്ന് തന്നെ ഒരു ദൗത്യം നിർവഹിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഭേദഗതിയാണ് ഒന്നുള്ളത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മൃഗം തുടർച്ചയായിട്ട് നാശമുണ്ടാക്കുന്നു ഷെഡ്യൂൾ 2-ൽപ്പെട്ടത് അതിനെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനായിട്ട് ഗവൺമെൻറ്റിന് നോട്ടിഫിക്കേഷൻ വഴി കഴിയും. അങ്ങനെ പ്രഖ്യാപിക്കുന്ന നോട്ടിഫിക്കേഷൻ നിശ്ചിത സമയത്തിനകം നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കണം എന്നുള്ളതാണ്. ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെ കൊല്ലുന്നതിനും മനുഷ്യർക്കും കൃഷിയിടങ്ങൾക്കും നാശമില്ലാത്ത രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നതിനും ഏതൊരാളെയും അധികാരപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയും വരും. അപ്പോൾ നമ്മുടെ നാട് ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു നിയമനിർമ്മാണത്തിനാണ് ശ്രമിക്കുന്നത്. ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കും. അതിനെ തുടർന്ന് മറ്റു കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും. അതെ, ഗ്ലോബൽ സബ്മിറ്റിൽ വന്ന പദ്ധതികളിൽ ഇപ്പോൾ ഏകദേശം 4-1 നമുക്ക് നിർമ്മാണ ഘട്ടത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒന്നിൻ്റെ ശിലാസ്ഥാപനമാണ് ഇന്ന് നിർവഹിച്ചിട്ടുള്ളത്. ഡോക്ടർ കൃഷ്ണയുള്ള നേതൃത്വമുള്ള ഭാരത് ബയോടെക്കിൻ്റെ RCC ന്യൂട്രാഫിൽ എന്നുള്ള ഫുഡ് പ്രോസസ്സിംഗ് ലൈഫ് സയൻസ് മേഖലയിലെ ഒരു പുതിയ യൂണിറ്റിനാണ് ഇന്നിവിടെ കല്ലിട്ടിട്ടുള്ളത്. അത് 12 മാസത്തിനുള്ളിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല രീതിയിലുള്ള പ്രവർത്തനം നടക്കുകയാണ്. ബാക്കിയുള്ള പദ്ധതികളും അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.